ഹൈപ്പർബോളയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഹൈപ്പർബോള? ഇവിടെ നമുക്ക് രണ്ട് ഫിക്സഡ് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഇതൊരു ഫിക്സഡ് പോയിന്റ് ആണ്, സേ F1. വേറൊരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട് ഇവിടെ F2. F1 ആൻഡ് F2 ആർ ടു ഫിക്സഡ് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വേറൊരു പോയിന്റ്, സേ P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഈ പ്ലെയിനിൽ എവിടെയോ ഉള്ളൊരു പോയിന്റാണ് P. P എന്ന് പറഞ്ഞാൽ സംവെയർ ഓൺ ദിസ് പ്ലെയിൻ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ഇവിടെ എഴുതട്ടെ, PF1 മൈനസ് PF2. P എന്ന് F1 വരെയുള്ള ഡിസ്റ്റൻസ് അതാണിത്, മൈനസ് P എന്ന് F2 വരെയുള്ള ഡിസ്റ്റൻസ്. ഈ രണ്ട് ഡിസ്റ്റൻസസിൻ്റെ ഡിഫറൻസ്, ഇതിൽ ആരാണ് വലുതാവണേന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് മോഡുലർ സൈൻ ഇട്ടുന്നുള്ളൂ. അപ്പോൾ P എന്ന് പറഞ്ഞാൽ സംവെയർ ഓൺ ദിസ് പ്ലെയിൻ സച്ച് ദാറ്റ് PF1 മൈനസ് PF2 ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം. ഈസ് എ ഫിക്സഡ് നമ്പർ. ആ ഫിക്സഡ് നമ്പർ എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടാവും. 10 100 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ നമുക്കത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ P എവിടെയൊക്കെ വരാം? പിയുടെ കണ്ടീഷൻ എന്താണ്? P സംവെയർ ഓൺ ദിസ് പ്ലെയിൻ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ P എന്ന് F1 വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് P എന്ന് F2 വരെയുള്ള ഡിസ്റ്റൻസ് ഒരു ഗിവൺ നമ്പർ ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ P എന്ന് പറഞ്ഞ പോയിന്റ് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ വരാം. ഇവിടെ തന്നെ വരണമെന്നില്ല, കുറച്ച് അകലെ ഇവിടെ വരാം. ഇവിടെ വന്നാലും PF1 മൈനസ് PF2 നേരത്തെ കിട്ടിയ അതേ നമ്പർ ആയിരിക്കും. പോയിന്റ് അവിടെ തന്നെ വരണമെന്നില്ല, ഇവിടെ വരാം. PF1 മൈനസ് PF2 നേരത്തെ സെയിം നമ്പറായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് P എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് ആയിരിക്കില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ വരാം. ഇവിടെ വരാം PF1 മൈനസ് PF2 നേരത്തെ അതേ ആൻസർ തന്നെ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പോയിന്റുകളുണ്ട്. ഞാനതെല്ലാവരും കൂടി ഇങ്ങനെ പ്ലോട്ട് ചെയ്യാണ്. കണ്ടില്ലേ, പ്ലോട്ട് ചെയ്തു കഴിഞ്ഞിട്ടില്ല. കുറച്ച് സ്വല്പം അകലെയായിട്ട് ഇവിടെയും ഒരു പോയിന്റ് ഉണ്ടോ? P എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വരാം. കാരണം PF1ൻ്റെയും PF2ൻ്റെയും ഡിഫറൻസ് നേരത്തെ അതേ നമ്പർ തന്നെ വരും. P വേണമെങ്കിൽ ഇവിടെ വരാം. PF1ൻ്റെയും PF2ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. PF1ൻ്റെയും PF2ൻ്റെയും ഡിഫറൻസ് നേരത്തെ അതേ വാല്യൂ തന്നെ ഇവിടെയും വരും. അപ്പോൾ P എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ മാത്രമല്ല, സ്വല്പം അകലെയായിട്ട് ഇവിടെ ഈ സൈഡിലും വരും. അപ്പോൾ ഈ സൈഡിലും ഇതേപോലെ കുറേ പോയിന്റുകൾ വരും. ഇതുപോലെ കുറേ പോയിന്റുകൾ ഉണ്ടാവും. അതുപോലെ താഴേക്കും കുറേ പോയിന്റുകൾ ഉണ്ടാവും. ഈ പോയിന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ പോയിന്റിൽ നിന്ന് F1 വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് F2 വരെയുള്ള ഡിസ്റ്റൻസ് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഈ പോയിന്റുകളെല്ലാവരും കൂടി ഞാൻ ജോയിൻ ചെയ്യാണ്. ഈ പോയിന്റുകളെല്ലാവരും കൂടി ഞാനിങ്ങനെ ജോയിൻ ചെയ്തു. അതുപോലെ ഇവിടെയും ജോയിൻ ചെയ്തു. നമുക്ക് രണ്ട് ബ്രാഞ്ചസുകൾ കിട്ടി, അല്ലേ? നമുക്ക് രണ്ട് മീറ്റ് ചെയ്യാത്ത, പരസ്പരം കോണ്ടാക്റ്റിൽ വരാത്ത രണ്ട് ബ്രാഞ്ചസ് കിട്ടി. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർബോള. ഒരു പരാബോള പോലെ തോന്നിക്കും, പക്ഷെ ഇത് പരാബോള അല്ല. രണ്ട് നോൺ ഇൻ്റർസെക്റ്റിംഗ് ബ്രാഞ്ചസ്, പരാബോള പോലത്തെ രണ്ട് നോൺ ഇൻ്റർസെക്റ്റിംഗ് ബ്രാഞ്ചസ്, അതാണ് ഹൈപ്പർബോള. ഹൈപ്പർബോളയ്ക്ക് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഫോക്കസ്, ഈ ഫിക്സഡ് പോയിന്റ് നമ്മൾ പറയുന്ന പേര് ഫോക്കസ്, ഫോക്കേ. രണ്ട് ഫോക്കസ് ഉണ്ട്. F1 ആൻഡ് F2 ആർ ദ ഫോക്കേ. അത് ആ കേർവിന് ഉള്ളിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ ക്ലിയർ ആയി.